ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആഴ്ന്ന ചിന്തയിലിങ്ങനെ മുഴുകിയിരിക്കുന്ന രാജുവിൻ്റെ അടുത്തോട്ട് വേണിവട്ടം ചെന്നിട്ട് പറയുക, എടാ മോനെ രാജു, നീ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അച്ഛനെങ്ങനെ മനസ്സിലായി? എടാ അത് എനിക്കറിയാം, ഞാൻ നിൻ്റെ അച്ഛനാ. മക്കളുടെ മനസ്സൊന്ന് ഇടറിയാലേ അത് അച്ഛനും അമ്മയും അറിയും. അതാണ് മോനെ രക്തബന്ധത്തിൻ്റെ മാജിക്. രാജു ഇങ്ങനെ അതിശയത്തോടെ വേണിവട്ടനെ നോക്കുക. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഒരുക്കിയതാടാ നിന്റെ തണല്. നിന്റെ മനസ്സിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളുകൊണ്ട് നടക്കുന്നതാ. ഋതിക മേഡത്തിനെ വിവാഹം കഴിക്കണോ വേണ്ടായോ എന്നുള്ള നിന്റെ ഈ ആലോചന. എന്നാൽ മോനെ, നിന്റെ അച്ഛനായി ഞാൻ പറയുന്നു, മോൻ ആ മേഡത്തിനെ വിവാഹം കഴിക്കണം. ഇത് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം കൊണ്ട് മാത്രമാണെന്നല്ല, ഇത് തന്നെയാണ് നിന്റെ മനസ്സിലെ ആഗ്രഹമെന്നും എനിക്കറിയാം. ആ കൊച്ചാണെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നീയാണെങ്കിൽ ആ സ്നേഹമെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ അന്യോന്യം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നവനെ ത്യാഗിയല്ല, ദ്രോഹി. അവനെ വെറും ദ്രോഹി എന്ന് പറയണം. ആ പാവത്തിൻ്റെ കണ്ണീരിൽ മുങ്ങി നീ ചാകല്ലേടാ. ആ കൊച്ചിനെ കല്യാണം കഴിച്ച് നീ സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. നിന്റെ അച്ഛനെന്ന നിലയിൽ എനിക്കിതേ നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേണിവട്ടൻ അങ്ങ് പോവുകയാണ്. രാജു അവിടെയുണ്ട് ആലോചിക്കുക. എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുന്ന സാഹചര്യത്തിൽ രാജുവിനൊരു നാണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഋതിക മേഡം പഠിക്കട്ടെ, പഠിച്ച് ജയിച്ചതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന് പറയാം. രാധമ്മ എല്ലാവർക്കും അത്താഴമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. വേണിവട്ടം വന്നിട്ട് ചോദിക്കുന്നു, എന്താ രാധമ്മ ഇന്ന്? ചപ്പാത്തിയാ? അയ്യോ ചപ്പാത്തിയാണോ? അതിന് കറി എന്തുവാ? അത് കിഴങ്ങ് കറി. അയ്യോ എൻ്റെ ദൈവമേ, ആ ചീഫ് ഗസ്റ്റിന് പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ആ മുണ്ടയ്ക്കൽ ശേഖരൻ്റെ നേർപങ്ങൾ കൊച്ചമ്മിണി. അയ്യോ എൻ്റെ വേണുവേട്ട, ഉച്ചയ്ക്ക് ചിക്കനും മീനും ഒക്കെ കഴിച്ചതല്ലയോ അവര്? അതൊക്കെ ശരിയാ, പക്ഷെ ആ സ്ത്രീക്ക് സകല നാൽക്കാലികളുടെ ഇറച്ചി വേണമല്ലോ. അതിനിപ്പോൾ എന്തു ചെയ്യും? അത് കേട്ടോണ്ടേ ജയൻ വരുക. അങ്ങനെങ്ങും ഒന്നും കളിയാക്കണ്ട. എൻ്റെ അമ്മയെ നല്ല ഒന്നാന്തരം തറവാട്ടിൽ പറഞ്ഞതാ. അതെൻ്റെ മരുമോൻ ജയൻ പറഞ്ഞത് ശരിയാ. ഈ മുണ്ടക്കലമ്മയുടെ വേഷവും സംസാരമൊക്കെ കണ്ടാൽ അറിയാം തനി തറവാടിയാന്ന്. ആ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ എന്തൊരു തറവാടിത്തവാ. അച്ഛൻ അത്രയ്ക്കൊന്നും എൻ്റെ അമ്മയെ ആക്കണ്ട. കാര്യമേ, ഞാനും എൻ്റെ അമ്മയും പല കാര്യത്തിലും ഉടക്കാം. എന്നാലും എൻ്റെ അമ്മ നേരും നെറിയുള്ളവളാ. വേണുവട്ട രാജു വന്നില്ലല്ലോ കഴിക്കാൻ. അവനകത്തുണ്ട്, അവനിപ്പോൾ ഇങ്ങ് വന്നോളും. ജയൻ പ്രിയയോട് പറയുക, എടി ആഹാരം കഴിക്കാനേ നീ എൻ്റെ അമ്മയെ വിളിക്കടി. എനിക്ക് പേടിയാ അവരെ വിളിക്കാൻ. അതെന്താ? ഇവിടെ പയറും കിഴങ്ങും ഒക്കെയാ. അവർക്ക് വല്ലതൊക്കെ കടിച്ചു പറിക്കാൻ വേണം. അപ്പോൾ രാജു അങ്ങോട്ട് കഴിക്കാൻ വരുന്നുണ്ട്. രാജു ചോദിക്കുന്ന, അല്ല അളിയൻ്റെ അമ്മ കഴിക്കാൻ വന്നില്ലയോ? അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ മുണ്ടയ്ക്കൽ കൊച്ചമ്മണി അങ്ങോട്ട് വരുന്നത്. കണ്ടോ, എൻ്റെ രാജുമോന് മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹം. എൻ്റെ മകനെന്നും പറഞ്ഞ ഒരു തന്നെ ഇവിടെ ഇരിക്കുന്നല്ലോ. ഈ രാജു എൻ്റെ മോൻ എൻ്റെ വയറ്റിൽ പിറന്നില്ലല്ലോ. അത് കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ കളിയാക്കുക. ഇനി എന്ത് ചെയ്യാനാ എൻ്റെ ജയൻ്റെ അമ്മേ? വയറ് മാറിപ്പോയല്ലോ. എൻ്റെ അമ്മേ, ഞാൻ അത്രയ്ക്ക് മോശമാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത്? എടാ ജയ, നിന്നെ കാണാനൊന്നും അല്ല ഞാൻ വന്നതാണ്, ഇവരെയൊക്കെ കാണാനാ. എടീ പ്രിയേ, തള്ളയുടെ പുളുവടി കണ്ടോടി. ഇന്ന് ചപ്പാത്തിയാണോ? ആ, ചപ്പാത്തിയും ചിക്കൻ കറിയുടെ നല്ല കോമ്പിനേഷനാ. എനിക്ക് എളുപ്പം ഇങ്ങോട്ട് വിളമ്പിക്കോ. അതെ, ഇന്ന് ചപ്പാത്തിയും കിഴങ്ങ് കറിയോ? ഇതൊക്കെ തിന്ന ഗ്യാസ് കയറി ചാകുന്നതിനേക്കാളും നല്ലത് നീയൊക്കെ കൂടെ എന്നെ അങ്ങ് കൊന്നുകൂടെ? എനിക്കെങ്ങും ഇതൊന്നും വേണ്ട. ദൈവമേ, ഇന്നിനി ഞാൻ എങ്ങനെ വിശന്ന് കിടന്നിങ്ങനെ ഉറങ്ങും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രമ്യ കുറച്ച് ചിക്കൻ കറിയൊക്കെ കൊണ്ട് വരുവാണ്. കൊച്ചമ്മണി അങ്ങോട്ട് ആ ചിക്കൻ കറി കണ്ടപ്പോൾ എൻ്റെ രമ്യ മോളെ, ഞാൻ നിന്നെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചതേ ഉള്ളൂ. അപ്പോൾ ദാണ്ട എൻ്റെ കൺമുന്നിൽ എന്തൊരു അത്ഭുതമായത്. എൻ്റെ ഭഗവതി, ഇന്ന് ഞാൻ ചിക്കൻ കറി കഴിക്കണമെന്ന് മനസ്സിലങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ താണ്ട് എൻ്റെ രമ്യമോള് ചിക്കൻ കറിയായിട്ട് വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാനിവിടുന്ന് പോകാതിരിക്കുന്നത് രമ്യമോളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. വേണ്ട, എത്ര എളുപ്പമാ ജയൻ്റെ അമ്മ മറികണ്ഠം ചാടിയത്. കുറച്ച് മുമ്പ് പറഞ്ഞ് രാജുവിനെ ഓർത്തിട്ടാണ്. വെറും 2 സെക്കൻഡ് പോലും എടുത്തില്ലല്ലോ എൻ്റെ ജയൻ്റെ അമ്മയെ മുണ്ടക്കല കൊച്ചമ്മിണി എന്നിങ്ങനെ വേണുവട്ടൻ കളിയാക്കുവാണ്. രമ്യ പറയുക, ഞാനുണ്ടാക്കിയ നാടൻ കോഴി, നല്ല നാടൻ ചിക്കൻ കറി, ഇത് രാജുവിന് വലിയ ഇഷ്ടമാണ്, അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. അയ്യോ, രാജുവിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണോ? ഞാൻ വെറുതെ ആശിച്ചതാണോ? അയ്യോ അല്ല മുണ്ടക്കലമ്മേ, രാജുവിന് വേണ്ടി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാവർക്കും കൊണ്ട് കഴിക്കാനാ. അങ്ങനെ രമ്യ കൊച്ചമ്മണിക്ക് നിറയെ ചിക്കൻ കറിയൊക്കെ അങ്ങോട്ട് വിളമ്പുന്നുണ്ട്. വേണുവട്ടം പറയുന്നു, എനിക്ക് വേണ്ടായേ.
കൊച്ചമ്മണി മനസ്സിൽ പറയാ, എൻ്റെ ദൈവമേ, ഈ രാജുവിനെ പ്രേമിക്കാൻ ഈ പ്രദേശത്ത് ഇതുപോലെ 2-3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും എനിക്ക് നല്ല ഫുഡ് കഴിക്കായിരുന്നു. അയ്യോ എന്താ രുചി! ഇതിനെയാ ഈ കൈപുണ്യം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് വേണ്ടതേ സൗന്ദര്യം മാത്രമല്ല, പാചക വിദ്യാഭ്യാസം കൂടിയാ. രമ്യമോൾക്ക് ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടത്. രമ്യമോൾ കയറി ചെല്ലുന്ന വീട്ടിൽ മഹാലക്ഷ്മി വിളയാടും. ഇവളാണ് തറവാട്ടമ്മ. കൊച്ചമ്മയുടെ ഈ തള്ളൊക്കെ കണ്ടിട്ട് ജയനൊരു സംശയം. ജയൻ പതുക്കെ പ്രിയയോട് ചോദിക്കുന്നു, എടി, ഈ തള്ള ഇനി രമ്യോടങ്ങനെ പൈസ മേടിച്ചോ? ആർക്കറിയാം, മേടിച്ചു കാണും. രമ്യ രാജുവിന് ചിക്കൻ കറി വിളമ്പാൻ വരുമ്പോൾ രാജു പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ കുറേ ദിവസം കൊണ്ട് വെജിറ്റേറിയനാ. കൊച്ചമ്മണി പറയുക, എടാ രാജു, ഭാര്യയാകാൻ പോകുന്നോളെ എന്ത് വിളമ്പി തന്നാലും കഴിക്കണം. അങ്ങോട്ട് വിളമ്പി കൊടുമോളെ. വേണ്ടേ, വിളമ്പുന്നതൊക്കെ കൊള്ളാം, ഞാൻ കഴിക്കത്തില്ല. രാജു ദേഷ്യത്തിലാണ് പറയുന്നത്. എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ എന്നും പറഞ്ഞ് രാജു ആ ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും കഴിക്കുവാണ്. രമ്യ ഉദ്ദേശിച്ചുവന്ന കാര്യം ഒന്നും അവിടെ നടന്നില്ല. രമ്യ ആകെ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. രാജുവിന് ഹൃതിയുടെ മെസ്സേജ് വരുന്നുണ്ട്, നാളെ രാവിലെ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. രാവിലെ ഹൃതിയെ തുളസിത്തറയിൽ വിളക്ക് കത്തിച്ചിങ്ങനെ പ്രദക്ഷിണം വെക്കുവാണ്. പ്രദക്ഷിണം വെക്കുന്നെങ്കിലും ഹൃതിയുടെ നോട്ടമെല്ലാം വെളിയിലോട്ടാണ്, രാജു വരുന്നുണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞതുപോലെ രാജു വരുന്നുണ്ട്. ഹൃതിക ഒരു പരിഭവമൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുവാണ്. രാജു അത് മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറിപ്പോകാൻ നോക്കുമ്പോൾ രാജു എന്നും പറഞ്ഞ് ഹൃതിയെ വിളിക്കുന്നുണ്ട്. അല്ല മേഡം എന്താ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നത്? അതെ, എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ട്. രാജുവിന് എന്നെ കാണാൻ പേടി കൊണ്ട് പനി വരുന്നു. എന്നെ കാണാതെ ഒളിച്ചു നടക്കുന്നു. എന്താ രാജു, ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? അത് ടെൻഷൻ കൊണ്ടാ മേഡം. എന്ത് ടെൻഷൻ? എന്നെ കണ്ടെന്താ രാജുവിന് പേടിയാണോ? ഞാനെന്താ പിടിച്ച് കടിച്ചു തിന്നുമോ? രാജു, നമ്മൾ ഒന്നിച്ച് ജീവിച്ചതല്ലേ, ഞാൻ എന്തെങ്കിലും രാജുവിനെ ചെയ്തിട്ടുണ്ടോ? അയ്യോ മേഡം എന്നെ ഉപദ്രവിച്ചാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. പിന്നെ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, അതാണോ പേടി? ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുന്നതൊക്കെ ഒരു സുഖമുള്ള കാര്യമല്ലയോ രാജു എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുവാണ്. രാജു നല്ല റൊമാൻസ് മൂഡിൽ തന്നെയാണ് വലിയ സന്തോഷത്തോടെ ഹൃതികയോട് സംസാരിക്കുന്നത്. ഇത് പ്രതാപൻ കാണുന്നുണ്ട്. പ്രതാപൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഇങ്ങനെ ചേർച്ചയുള്ളവർ തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത് എന്നിങ്ങനെ പ്രതാപൻ മനസ്സിൽ ആഗ്രഹിക്കുവാണ്. എവിടെയും ഒളിഞ്ഞും പാത്തും പതിയും നടക്കുന്ന അംബികയും മോനും അവിടെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ നോക്കുക, കണ്ടോടാ ദീപക്ക നീ, അവൾ ലൈലായും മജുനും കളിക്കുന്നു. അത് നോക്കുന്നെന്ന് സന്തോഷിക്കുന്ന ഒരച്ഛനും. ഇതൊക്കെ കണ്ടിട്ടെനിക്ക് കലിയിളകി വയ്യ. അമ്മേ, ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന അവിടെ ചെവിക്കുറ്റി നോക്കി 2 അടി കൊടുക്കട്ടെ? ഇപ്പം നീ അങ്ങോട്ട് ചെയ്യുന്ന തല്ലുകയും പിടിക്കുമൊന്നും വേണ്ട, ഇതെവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അംബികയും മകനും അവിടെ നിന്ന് മാറുന്നുണ്ട്. രാജുവും ഹൃതിക ഇതൊന്നും അറിയുന്നില്ല. അവരെന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് രണ്ടുപേരും പൊട്ടിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി പ്രതാപന് വലിയ സന്തോഷം. പക്ഷെ പ്രതാപൻ പെട്ടെന്ന് രാജു എന്ന് വിളിക്കുന്നുണ്ട്. സാറേ എന്നെ വിളിച്ച് രാജു ഓടി വരുന്നുണ്ട് പ്രതാപൻ്റെ അടുത്തോട്ട്. രാജു, നിന്റെ പനിയൊക്കെ മാറിയോ? മാറി സാറേ. അതെന്തൊരു പനിയാ രാജു? ഒറ്റ ദിവസത്തെ പനിയോ? അത് കൊള്ളാമല്ലോ. രാജു പെട്ടെന്ന് ഹൃതിയെ നോക്കുക. ഇതെല്ലാം പ്രതാപൻ വാച്ച് ചെയ്യുന്നുണ്ട്. നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണത്തില്ലല്ലോ, വാ നമുക്ക് കഴിക്കാം. ഇല്ല സാറേ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അത് പറ്റില്ല, ഇന്നേ കുറച്ച് സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്, അപ്പോൾ ഉടനെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. നീ വന്നേ, നീ എൻ്റെ കൂടെ കഴിക്ക് എന്നും പറഞ്ഞ് പ്രത്യേക ഒരു വാത്സല്യമാണ് പ്രതാപന് വരുന്നത്. ഡൈനിങ് ടേബിളിൽ ശേഖരനും യാമിനിയും ഉണ്ട്. ശേഖരന് ഭക്ഷണമൊക്കെ ഇങ്ങനെ യാമിനി വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അംബികയും ദീപക്കും കൂടെ വന്നിരിപ്പുണ്ട്. അപ്പോഴങ്ങോട്ട് പ്രതാപൻ രാജുവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു, ഇരിക്കു രാജു. കൂടെ ഹൃതികയും അവിടെ നിൽപ്പുണ്ട്. രാജുവിനെ പ്രതാപൻ വിളിച്ചുകൊണ്ട് വന്നതും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നതും അംബികയ്ക്ക് തീരെ ഇഷ്ടമാകുന്നില്ല. അംബിക ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നുണ്ട് രാജുവിന്. പ്രതാപൻ ചോദിക്കുന്നു, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എത്തിയോ കഴിക്കാൻ? ഹൃതിക ഇരിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അംബിക പറയുക, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കഴിക്കാൻ എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഫാമിലിയിൽ അല്ലാത്തവരും വന്നിരിപ്പുമുണ്ട്. രാജുവിനൊരു വല്ലാത്ത ഇൻസൾട്ടായി തോന്നി. പെട്ടെന്ന് പ്രതാപൻ പറയുന്നു, അവന് രാജു ഈ ഫാമിലിയിലോ അല്ലെന്നാര് പറഞ്ഞു? അവനും ഇപ്പോൾ ഈ ഫാമിലിയിലെ ഒരു അംഗം തന്നെയാണ്. അല്ല ചേച്ചി, ദീപക്കിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഇവിടെ കണ്ടില്ല, അതുകൊണ്ട് തിരക്കിയതാ. ശരിക്കൊരടിയാണ് കൊടുത്തത് അംബികയ്ക്കും മോനും പ്രതാപൻ. യാമിനി പറയുന്നു, ആ കുട്ടി പിന്നെ വന്ന് ഭക്ഷണം കഴിച്ചോളും. ഭക്ഷണം കഴിക്കുമ്പോഴും രാജുവും ഹൃതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇത് അംബികയും ദീപക്കും നോക്കിങ്ങനെ കാണുവാണ്. അപ്പോൾ പ്രതാപൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. പ്രതാപൻ അത് അറ്റൻഡ് ചെയ്തിട്ട്, അതെ പ്രതാപവർമ്മയാണ്. പെട്ടെന്ന് പ്രതാപൻ്റെ മുഖം അങ്ങ് മാറുന്നുണ്ട്. അത് എൻ്റെ ഫോണൊന്ന് മാറിയപ്പോൾ നമ്പർ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. പെട്ടെന്നൊരു പേടിയും ഒരു ഫീലിങ്സും പ്രതാപൻ്റെ മുഖത്ത്. അത് കണ്ടുകൊണ്ട് അംബിക ചോദിക്കുന്നു, ആരാ പ്രതാപ, ആരാ വിളിച്ചത്?
സരസ്വതി തമ്പുരാട്ടി എന്നിങ്ങനെ പ്രതാപം പറഞ്ഞതും അംബിക ഒരു ഞെട്ടൽ. അവിടെ കണ്ണ് രണ്ടും തെറിച്ച് ദൂരെ പോകുമെന്ന് തോന്നുന്നു. ആ രീതിക്കൊരു ഞെട്ടൽ. എല്ലാവരുടെയും മുഖത്തൊരു മൂകതയും ഒരു ഭയവും കണ്ടുകൊണ്ട് ഋതിക യാമിനിയോട് ചോദിക്കുന്നു, ആരാ ഈ സരസ്വതി തമ്പുരാട്ടി? അത് മോളെ, മോടെ അമ്മാമയാ. അമ്മാമയോ? അതേ മോളെ, മോടെ അമ്മയുടെ അമ്മ. അംബിക കഴിക്കാനെടുത്തതും കഴിക്കാതെ ഒരു ജീവശവം പോലെ ഇങ്ങനെ കണ്ണും തുറിച്ചിരിക്കുന്നത് നമ്മുടെ ശേഖർ കാണുന്നുണ്ട്. കണ്ടിട്ട് ശേഖർ ഇങ്ങനെ തല കുലുക്കുക. നിന്റെ അഹങ്കാരം ഇപ്പം തീരാൻ പോവാടി ചേച്ചി എന്നൊരു ഭാവത്തിലാണ് ശേഖർ ഇരിക്കുന്നത്. അംബിക അവിടെ നിന്ന് ഇറങ്ങി ഓടി റൂമിനകത്ത് വന്ന് വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുവാണ്. ദീപക് ആലോചിക്കുക, ഈ സരസ്വതി തമ്പുരാട്ടി എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെ ഞെട്ടുന്നത്? അവർക്കെന്താ ഇത്ര പ്രത്യേകത? അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഒരു കിഴവി വരുന്നതിനാണോ അമ്മ ഇങ്ങനെ പേടിക്കുന്നത്? എടാ, പ്രായം കൂടുന്തോറുവേ വീര്യം കൂടുവെന്നാ പ്രമാണം. ആ വരുന്ന വെറും ഒരു കിളവിയൊന്നും അല്ല. പിന്നെന്തോ വലിയ ആനയോ? എടാ, ആനയൊക്കെ മനുഷ്യൻ മെരുക്കി നിർത്തുന്ന വെറും ഒരു മൃഗവാ. പക്ഷേ സരസ്വതി തമ്പുരാട്ടി അതല്ല. ആരെയും വകവെക്കാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ആളാണ് എൻ്റെ അമ്മ. അമ്മയുടെ ഈ പേടി കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുക. എടാ, ഒരു ശക്തിയുടെ മുന്നിലും ഈ അംബിക തലകുനിച്ചിട്ടില്ല. ആരെയും അനുസരിച്ച് ഇതുവരെയും ഞാൻ ജീവിച്ചിട്ടുമില്ല. പക്ഷേ ഇവരെ എനിക്ക് പേടിയാ. ജീവിതത്തിലെ എനിക്ക് എന്തിനെയെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ സ്ത്രീയെ മാത്രമാ. പ്രതാപൻ രാജുവിനോട് പറയുക, രാജു, ഈ വരുന്നത് ആരാണെന്നറിയാവോ? സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി ദേവി തമ്പുരാട്ടി. ബന്ധം പറയുവാണെങ്കിൽ എൻ്റെ മദറിലോ. എനിക്ക് ഏറെക്കുറെ മനസ്സിലായി സാർ. രാജഭരണം പോയെങ്കിലും ഇപ്പോഴും സരസ്വതി ദേവി തമ്പുരാട്ടി മഹാറാണി തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, അമ്മ വരുന്നതുകൊണ്ട് ഇവിടെ കുറേ ഒരുക്കങ്ങളൊക്കെ നടത്തണം. ശേഖരൻ വന്നിട്ട് പറയുന്നു, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, ഞാനും രാജുവും കൂടെ എല്ലാം ചെയ്തോളാം. നീ പറഞ്ഞു കൊടുത്താൽ മതി. രാജു എല്ലാ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. അമ്മയ്ക്കാണെങ്കിൽ ചുറ്റുപാടുകളെല്ലാം വെടിപ്പായും വൃത്തിയായും കിടക്കണമെന്ന് വലിയ നിർബന്ധമാണ്. ശരി സാർ, അത് നോക്കിക്കോളാം ഞാൻ. നീ ഇതൊക്കെ പണിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ചാൽ മതി. ഇതിനകത്ത് കിടക്കുന്ന ഫർണിച്ചറുകളെല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം. ഈ വീടിനകം മുഴുക്ക നല്ല സുഗന്ധമായിരിക്കണം. എന്ന് വെച്ച് എയർ ഫ്രഷ്നറൊന്നും അടിച്ചു കളയല്ലേ. നല്ല സുഗന്ധമുള്ള ചന്ദനത്തിരികളും ചന്ദനവും കുങ്കുമത്തിൻ്റെയൊക്കെ വാസനയായിരിക്കണം. ശേഖരൻ പറയുക, രാജു, അമ്മ വന്നിട്ട് പോകുന്നവരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു അമ്പലമായിരിക്കണമെന്ന്. നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴേ ഒരു സുഗന്ധമില്ലേ, ആ സുഗന്ധമാണ് ഇവിടെ വേണ്ടത്. ഋതിക അവിടെ മാറി നിന്നതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഋതിക മനസ്സിൽ പറയുക, സരസ്വതി ദേവി തമ്പുരാട്ടി. അപ്പോൾ മൂകാംബിക ദേവിയെ പോലെയുള്ള ദേവി വല്ലോ ആണോ വരുന്നത്? നീ താമരപ്പൂവും വീണയൊക്കെ കരുതണോ? അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ സകല കൊള്ളരുതായ്മകളും വേരോടെ പിഴുതെറിയാനായിട്ട് സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി ദേവി തമ്പുരാട്ടി വരുന്നുണ്ട്. അങ്ങനെ സരസ്വതി ദേവി തമ്പുരാട്ടി അംബികയും മകനെയും കൊണ്ട് മൂക്കുകൊണ്ട് ഇഷ ഇഞ്ഞ ഇണ്ണ എഴുതിപ്പിക്കുന്ന റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.